അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസമാണ്. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് കുരുമുളക്, ജീരകം, മുഴുവൻ മല്ലി, പിന്നെ 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, 3 പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ചതച്ചെടുത്താൽ മതി. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നീട് അതിലേക്ക് പരിപ്പ് വേവിച്ച് വെച്ചതിൻ്റെ തെളിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് നടുക്ക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം കായം ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കാം. അമ്മാസ് വ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നന്നായി തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഒരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു നല്ലൊരു രസമാണ്. രസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുതേ. രസം ഒരു തിള വന്നതിന് ശേഷം അതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിലേക്ക് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഒരു ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറുവേപ്പില കൂടി ആഡ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്യാം. താളിപ്പ് റെഡിയായി. രസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിപൊളി രസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.